ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനും ഉണ്ണിയും കൂടി മണിക്കുട്ടി സ്കൂളിൽ വിട്ടതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ ആദ്യമേ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ പുറത്തേക്ക് പോകാൻ അവൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും അവന് ഭയങ്കര ഹാപ്പിയാണ്, ഒരേപോലെയാണ്. രാവിലെ തന്നെ ഉണ്ണി ആദ്യമേ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വേണം എനിക്കിനി ഫ്രഷ് ആവാൻ. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞാൽ അവൻ പെട്ടെന്ന് തന്നെ റെഡിയാവാൻ വേണ്ടി സഹകരിക്കും കേട്ടോ. പിണക്കൊന്നുമില്ല. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. വേറെ എവിടേക്കുമല്ല, ഇന്ന് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ കുഞ്ഞിൻ്റെ നൂലിയെട്ടാണ് കേട്ടോ. ഇന്നാണ്, രാവിലെയാണ്, 8 മണിക്കാണ്. നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല. മണിക്കുട്ടി സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാനും ഉണ്ണിയും ചേട്ടൻ്റെ അമ്മയും നാത്തൂനും കൂടി ഉണ്ട് കേട്ടോ. അവർ അപ്പുറത്തെ സൈഡിലിരിക്കുകയാണ്. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. വെള്ളായണിയിലാണ്. വെള്ളായണിയിൽ നിന്ന് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അവർ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മണിക്കുട്ടി സ്കൂളിലാക്കിയതിന് ശേഷം ബസ്സിൽ പോകാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ സ്ത്രീകൾക്ക് നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ സൗജന്യയാത്ര ഒരുക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ബസ് കിട്ടുകയാണെങ്കിൽ നല്ലതെന്ന് കരുതിയിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആ ബസ് തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ സർക്കാരിൻ്റെ ചിലവിൽ വെക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയുള്ള കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ. ബസ്സിൽ കയറുമ്പോഴത്തേക്കും സൈഡ് സീറ്റിലിരിക്കാൻ ആർക്കൊക്കെ ഇഷ്ടമുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ കാണുന്നതിൽ. എനിക്ക് സൈഡ് സീറ്റ് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ഞാൻ വീട്ടിൽ അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ പോയാലും ചേട്ടൻ്റെ കൂടെ പോയാലും എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടണം. പിന്നെ മണിക്കുട്ടിയെ കൊണ്ട് പോവുകയാണെങ്കിൽ അവൾക്ക് സൈഡ് സീറ്റ് തന്നെ വേണം. പിന്നെ ഞങ്ങൾ 2 സീറ്റിലായിട്ട് ഇരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ വന്നതിന് ശേഷം മക്കളുടെ ഇഷ്ടമല്ലേ, അവന് സൈഡ് സീറ്റ് ഇരിക്കണം, കാഴ്ചയൊക്കെ കാണും. പിന്നെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫ്രീ സുരക്ഷ ബസ്സാണ് പ്രിയദർശിനി ബസ്സെങ്കിലും ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ എങ്ങോട്ടാണെന്നുള്ള സ്ഥലമൊക്കെ പറഞ്ഞ് എത്ര പേരാണ്, ഫുള്ളാണോ ഹാഫാണോ എന്ന് ചോദിച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് 0 അടിച്ച് തരും അവർ. ഈ ടിക്കറ്റ് നമ്മൾ സാധാരണ പോലെ സൂക്ഷിച്ച് വെക്കുക, ചെക്കർ വരുമ്പോൾ കാണിക്കുക. അങ്ങനെയാണ്. ഇപ്പോൾ ഇതാ ബാലരാമ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഈസ്റ്റോട്ട് പോകുന്ന ആ റൂട്ടിലേക്ക് ബസ്സിൽ കയറും. എന്നിട്ട് വെള്ളായണിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഓട്ടോ പിടിച്ച് കോഴിക്കോട് പോകും. നമ്മുടെ വെള്ളായണി ദേവി 5 വർഷത്തിലൊരിക്കൽ വന്നിരിക്കുന്ന ഈ ദിക്കുബലിക്ക് പോകുന്ന സ്ഥലമാണ് കേട്ടോ കോഴിക്കോട്. അങ്ങനെ പറഞ്ഞാലേ അവിടെയുള്ള ആട്ടോക്കാരന്മാർക്കൊക്കെ അറിയത്തുള്ളൂ. അങ്ങനെയാണ് അറിയപ്പെടുന്ന ആ സ്ഥലം. കുറച്ച് നാളായി കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട്. ഒരു സർപ്രൈസ് വിസിറ്റാണ്. അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ വെള്ളായണി ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കോഴിക്കോടേക്ക് പോകണം. അങ്ങനെ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഹൈവേ റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓരോ ഓട്ടോക്കാരന്മാർ നിർത്തുന്നില്ല. പിന്നെ നമ്മൾ യൂബർ വിളിച്ചു കേട്ടോ, വേറെ മാർഗ്ഗമില്ല. അങ്ങനെ നമ്മൾ യൂബർ ബുക്ക് ചെയ്താൽ അങ്ങോട്ടേക്ക് പോവുകയാണ്. ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. പുതിയ പാലമൊക്കെ പണിതുകൊണ്ടിരിക്കുകയാണ് അവിടെ. മണിക്കുട്ടിക്കാണ് ഈ പുറത്ത് യാത്ര ചെയ്യാനൊക്കെ കൂടുതൽ ഇഷ്ടക്കാരന് നമ്മൾ സ്ഥലമൊക്കെ മണിക്കുട്ടിയെ കൊണ്ടും നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല പുറത്ത് കൊണ്ടുപോകുന്നതിന്. അങ്ങനെ ഒന്നും വാശി പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ. അവർക്ക് യാത്ര ചെയ്യാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഇരുന്നോളും. പക്ഷേ എനിക്കാണ് യാത്ര ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്. ബൈക്കിലൊന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷേ കാറിലും ബസ്സിലൊന്നും അധികം യാത്ര ചെയ്യാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. തലവേദന, വൊമിറ്റ് ചെയ്യാൻ്റെ ടെൻഡൻസി ഇങ്ങനെയൊക്കെ വരാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിതാ നൂലിയെട്ട് ബേബിയെ കാണുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. വൈഗ എന്നാണ് കേട്ടോ മോൾക്ക് പേരിട്ടിരിക്കുന്നത്. പിന്നെ വീട്ടിൽ അവർ എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടൻ്റെ അമ്മയും നാത്തൂനൊക്കെ ഓരോ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൊക്കെ ഇട്ടു. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേബിയെ. അവൻ്റെ താഴെയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞുവാവയൊക്കെ കളിപ്പിച്ചു. എൻ്റെ മടിയിലും കുറേ നേരം ഇരുത്തി കേട്ടോ. അവൻ അതിലൊന്നും ഒരു പ്രശ്നമേ അല്ല. കുഞ്ഞുവാവയുടെ കയ്യിലൊക്കെ പിടിച്ച് അവൻ നല്ല അതിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. ബേബി ബേബി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കും. പിന്നെ മറ്റു പിള്ളേരെ പോലെ അങ്ങനെ കരച്ചിലൊന്നുമില്ല. ഞാൻ കുഞ്ഞുവാവയെ എടുത്താൽ ചേച്ചി അടുത്ത് വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അവൻ്റെ സ്നേഹം പങ്കിടും എന്നൊക്കെ ഉള്ള ഒരു പരിഭവമൊക്കെ ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചിയുടെ അടുത്ത് പോകുന്നൊക്കെ പറയാറുണ്ട്. അവൾക്കത് സങ്കടവുമാണ്. എങ്കിലും കുഴപ്പമില്ല, മാനേജ് ചെയ്യും. അവളെ ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ അവന് കരച്ചിലും വരും. നമ്മുടെ പിന്നെ ഒരുപാട് നാളിന് ശേഷം ഒരു ഫാമിലി ഫംഗ്ഷൻ കൂടിയതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുമായിട്ട്. അങ്ങനെ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കളിച്ച് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ്. പിന്നെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്ത് തന്നെയാണ് കേട്ടോ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടാർപ്പാളിൻ വലിച്ച് കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം നീല കളറിൽ കാണുന്നത് കേട്ടോ. കറികളുടെയൊക്കെ ആ ഒരു നിറം അറിയാൻ പറ്റുന്നില്ല. അത് നീല കളറിൽ കാണുന്നത് ടാർപ്പാളിൻ കെട്ടിയതുകൊണ്ടാണ്. ഒരു വയലിൻ്റെ അടുത്താണ് കേട്ടോ വീട്. അവർ തന്നെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ സദ്യ. അത്യാവശ്യം കറികളും പരിപ്പും സാമ്പാറും പപ്പടവും അച്ചാറുകളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഫംഗ്ഷനായിരുന്നു. വളരെ കുറച്ച് പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
ഉണ്ണിക്കുട്ടനൊരു പ്രത്യേകം ഇല വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇല മറ്റേ SAS പേപ്പർ വാഴയിലയാണ്. അവിടെ ഭയങ്കര കാറ്റാണ് ഈ വയലും കൂടി ആയതുകൊണ്ട്. അപ്പോൾ കുഞ്ഞിന് പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവനൊരു പ്ലേറ്റ് കൊടുത്തു. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലേറ്റ് കൊടുത്ത് അവൻ ഒരു പിടി ചോറും ഇത്തിരി പരിപ്പും പപ്പടവും കൊടുത്തു. അവൻ കുറച്ച് നേരം എടുത്തെങ്കിലും മുഴുവൻ കഴിച്ചു കേട്ടോ. നല്ല വിശന്നിരുന്ന സമയമായിരുന്നു. നമ്മളും എല്ലാം കഴിച്ചു. പിന്നെ അവസാനം പാൽപ്പായസം ഉണ്ടായിരുന്നു. അതും വളരെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എല്ലാം അവരുടെ പ്രിപ്പറേഷനാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ. പിന്നെ ഇതെല്ലാം നമ്മുടെ റിലേറ്റീവ്സാണ് കേട്ടോ. അച്ഛൻ്റെ സഹോദരിയുടെ മോള്, മരുമോള്, ചെറുമോള്, മരുമോൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. എന്തായാലും കുറച്ച് നാളിന് ശേഷം നമ്മുടെ ബന്ധുക്കളെല്ലാവരും കൂടെ ഒത്തുകൂടിയ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെ മക്കളെ നാത്തൂൻ്റെ മക്കളെയും മണിക്കുട്ടിയും കൊണ്ടുവരാത്തതിൻ്റെ ഒരു ചെറിയൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ സ്കൂളിൽ പോയിരുന്നു കേട്ടോ. ഈ വയലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെയിൻ പോകും കേട്ടോ. നമ്മളിവിടെ വരുമ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരിതാണ് ട്രെയിൻ ഇത്ര അടുത്ത് നേരിട്ട് ഇങ്ങനെ ട്രെയിൻ പോകുന്ന സൗണ്ടും ഒക്കെ കാണണമെന്നൊക്കെ ആഗ്രഹം. പക്ഷേ എപ്പോഴാണെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഫോണും വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ പോകുന്ന ഒരു സൗണ്ട് വരുന്നുണ്ട് എന്ന് ഇവിടെ ആരോ പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഫോണൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു, ട്രെയിനൊക്കെ പോകുന്നത് കണ്ടു. ഉണ്ണിക്കുട്ടൻ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നൂലിയേട്ട് വീടിൻ്റെ കുറച്ചപ്പുറത്താണ് അച്ഛൻ്റെ പെങ്ങളുടെ വീട്. അവരുടെ മകളുടെ മകളാണ്, അതും കുറച്ച് ഇപ്പുറത്തോട്ടാണ്. അങ്ങനെ അവിടത്തേക്ക് കുറച്ച് നടന്ന് പോകണം കേട്ടോ. വയലിൻ്റെ സൈഡിൽ കൂടി നല്ല വഴിയല്ല, എന്നാലും നടന്ന് പോകണം. അങ്ങനെ നമ്മളത് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫോണിൽ വിളിക്കുകയാണ്, അവരവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഫോണിൽ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലിരിക്കുകയാണെന്ന് വെറുതെ കള്ളം പറഞ്ഞു. ഇവിടെ വന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും വഴക്ക് കിട്ടും മാമിയുടെ നിന്ന്. പിന്നെ ഇവർക്ക് അങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ഇവിടെ ഓട്ടോയോ ബൈക്കോ ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വഴിയാണ് ഇപ്പോൾ റെയിൽവേക്കൊക്കെ. ഇവിടെ വീടുകളൊക്കെ എടുത്ത് ഇവരെല്ലാം മറ്റേ പാലം പണിക്ക് വേണ്ടിയിട്ട് പണിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ വഴികളാണ്. അങ്ങനെ നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഭയങ്കര ഒരു നാച്ചുറൽ ഒരു ബ്യൂട്ടി ആയിട്ടുള്ളൊരു വൈബാണ് കേട്ടോ. ഫുൾ പച്ചപ്പാണ്. വഴിയൊക്കെ ഇത്തിരി മോശമാണെങ്കിലും നല്ല പച്ചപ്പാണ്. നമുക്ക് നല്ല കാറ്റും ആവശ്യത്തിന് വെയിലും ഒക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്ത വെള്ളം കയറും, അതാണ് മെയിൻ പ്രശ്നം. കണ്ടോ, ഫുൾ ഇലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. ഫുൾ പച്ചപ്പാണ്, പച്ച ഇലകളൊക്കെ. അതിനിടയിൽ കൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ആ കാണുന്ന ടെറസിട്ട വീടാണ് കേട്ടോ. അവിടെയാണ് മാമി താമസിക്കുന്നത്. അവിടെ മകളും മകനും മാമനും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. ഇവർ തമ്മിൽ അനിയത്തി ചേച്ചിയാണ്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. എൻ്റെ മാമിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇവിടെ വന്നിട്ട് പോകുമ്പോഴത്തേക്ക് മാമി എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നു വിടും. പിന്നെ ഒരു ഭയങ്കര ഒരു രസമാണ് ഇവിടെ വരുമ്പോഴത്തേക്കും. ഒരു സ്നേഹവും ഇവിടുത്തെ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാം. അങ്ങനെ ബന്ധമൊക്കെ നിലനിർത്തുന്നത് ഇങ്ങനെയല്ലേ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നില്ലെങ്കിലും അങ്ങോട്ട് പോവുക, അവരിങ്ങോട്ട് വരിക, അതൊക്കെയാണ് നല്ലത്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടന് ഇതാ ഒരു കോഴിയമ്മ കിട്ടി. അവന് കോഴിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ കോഴിയുണ്ട്. ഇത് അവിടുത്തെ കുഞ്ഞുവാവയുടെയാണ് കേട്ടോ, കളിപ്പാട്ടമാണ്. അതവൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞുവാവ, ഈ വീട്ടിലെ കുഞ്ഞുവാവ. ഇവന് 7 മാസം കഴിഞ്ഞ് 8 തുടങ്ങി. മോനിപ്പോൾ 7 തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ട് ആക്ഷൻസും കാര്യങ്ങളൊക്കെ പറയും. പിന്നെ നമ്മളെന്ത് പറഞ്ഞാലും മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചിരിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അമ്മയെ കണ്ടാൽ ഭയങ്കര കരച്ചിലാണ്, എടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ണിക്കുട്ടൻ്റെ വാവയൊക്കെ ഇഷ്ടമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അവൻ ആ കോഴിയമ്മ എടുത്ത് കുഞ്ഞുവാവയ്ക്ക് കാണിച്ചു കൊടുക്കുകയും കളിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞുവാവയുടെ ചേട്ടനുണ്ട്, നാനി. അവൻ അപ്പുറത്ത് നൂലിട്ട് വീട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ വണ്ടിയാണ് കേട്ടോ. അവൻ്റെ ഒരു ബർത്ത്ഡേക്ക് അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത ജീപ്പാണിത്. ഈ ജീപ്പിൽ മുമ്പ് ഒരു ദിവസം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇരുത്തുമ്പോഴൊക്കെ കരയുമായിരുന്നു. ഇപ്പോൾ അവൻ കുറച്ച് ഏജ് കൂടി വന്നപ്പോൾ ഒരു പക്വതയായിട്ടുണ്ട്. അവനിപ്പം പേടിയൊന്നും ഇല്ലാതെ അവന്തായിരുന്നു വണ്ടി ഓടിച്ച് കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരിച്ച് പോയി. തിരിച്ച് ബസ്സിലാണ് കേട്ടോ പോയത്. ഭാഗ്യത്തിന് നമുക്ക് പ്രിയദർശന ബസ് തന്നെ കിട്ടി കേട്ടോ. അങ്ങനെ തിരിച്ചത് ബസ്സിൽ പോയപ്പോഴത്തേക്കും ഉറങ്ങിപ്പോയി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും ഭയങ്കര തലവേദനയായിരുന്നു. ഓടിപ്പോയി കുളിച്ചിട്ട് ചായ ചൂടോടെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴേക്കും ഒരു മരത്തിൽ നിന്ന് പറിച്ചെന്ന് പറഞ്ഞ് റംബൂട്ടാൻ കൊണ്ടുവന്നു കേട്ടോ. സീസൺ ഫുഡായതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ വരുന്ന വഴി നമ്മൾ 2 പാക്കറ്റ് ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നു. കാരണം മണിക്കുട്ടി മോളെ കൊണ്ടുപോയില്ലല്ലോ. നമ്മൾ ചോറാണ് സദ്യയാണ് കഴിച്ചെങ്കിലും അവൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കും. അങ്ങനെ അവളുടെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ 2 പൊതി വാങ്ങിയിട്ട് വന്നു. ഒന്ന് അപ്പാപ്പയ്ക്ക് കൊടുത്തു വിടും. അപ്പാപ്പയും വന്നിട്ടില്ലായിരുന്നു. അപ്പാപ്പയ്ക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് കിടന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് മണിക്കുട്ടി മോൾക്ക് സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവളെന്തായാലും ഒട്ടും ഇത് ബിരിയാണി വാങ്ങിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കില്ല. സ്കൂളിൽ നിന്ന് ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് അവൾക്ക് കളർ ഡ്രസ്സായിരുന്നു. ആ കിറ്റൊക്കെ കൊണ്ട് ആൾ അകത്തേക്ക് കയറി വന്നു. ഇനിയിപ്പോൾ അവളെ ഒന്ന് ഞെട്ടിക്കാൻ പോവുകയാണ് കേട്ടോ.
സർപ്രൈസ് തരാം. കണ്ണടച്ചിട്ട് കൈ നീട്ട്. കണ്ണടച്ചിട്ട് കൈ നീട്ട്, രണ്ട് കൈയും നീട്ടിയാ. സർപ്രൈസ് എടുക്കട്ടെ. അല്ല 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 അല്ല, നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആണ്. കണ്ണു തുറ. എന്താണ് എന്താണ് പറ പറ, തുറക്കുന്നുമ്പോ ഗസ് പറ. അപ്പൊ എന്തായിരിക്കാം? കറക്റ്റ്. അങ്ങനെ അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും കല്യാണം, അങ്ങനത്തെ മാരേജ് ഫംഗ്ഷന്, റിസപ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ. പുറത്ത് പോയി കഴിക്കുന്നതൊന്നും അങ്ങനെ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും കഴിക്കുന്നുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ബിരിയാണി എടുത്തു കഴിഞ്ഞാൽ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ചിക്കനല്ല, സലാഡാണ്. സലാഡ് ഉണ്ടോ എന്നാണ് അവൾ ആദ്യം നോക്കുന്നത്. പിന്നെ ചിക്കൻ ഇല്ലാത്ത വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസും സലാഡും ഒക്കെയാണ് അവൾക്ക് ഇഷ്ടം. ചിക്കനോട് അത്ര ഒരു കൊതി എന്ന് പറയാനില്ല. കൊടുത്താൽ കഴിക്കും. അങ്ങനെ കല്യാണ മണ്ഡപത്തിൽ പോയാലും വെജിറ്റബിൾ ബിരിയാണി എടുക്കാനായിരിക്കും അവൾ പ്രിഫർ ചെയ്യാനായിരിക്കും അവൾ നോക്കുന്നത്. അങ്ങനെ അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാനും കണ്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ മുഴുവനൊന്നും കഴിച്ചില്ല കേട്ടോ. എരി അങ്ങനെ അധികം കഴിക്കില്ല. അതുകൊണ്ട് എരിയില്ലാത്തത് കഴിച്ചിട്ട് ബാക്കി എനിക്ക് തന്നു കേട്ടോ. ഞാൻ കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ചേട്ടൻ്റെ അമ്പലത്തിലേക്ക് പോയി. അറിയാമല്ലോ, വീടിനെ കുറച്ചടുത്താണ് കുടുംബക്ഷേത്രമായ ശ്രീ ചന്ദനമാരി അമ്മൻ കോവിൽ കിടാരക്കുഴി. അങ്ങനെ അവിടേക്ക് പോയി. ഇന്നങ്ങനെ അവിടെ പൂജയൊക്കെ തൊഴാമെന്ന് വിചാരിച്ചു. അങ്ങനെ സന്ധ്യാസമയമായി. ആദ്യത്തെ പൂജ ദീപാരാധനയ്ക്കുള്ള ടൈമായി വരുന്നു. പൂജാസമയം, ദീപാരാധന സമയം ആവുന്നതേ ഉള്ളൂ കേട്ടോ. ആരും വന്ന് തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത്തിരി നേരത്തെ വന്നു എന്നേ ഉള്ളൂ. മണിക്കുട്ടി ട്യൂഷനൊക്കെ ആക്കിയിട്ട്. ഇന്ന് ഉണ്ണിക്കുട്ടനാണ് കേട്ടോ എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. അവന് ഞാനും കൂടി കുറച്ച് ഫോട്ടോസ്, സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഈ ആദ്യത്തെ പൂജ കഴിഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. മോൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും വീട്ടിലെത്തണ്ടേ. പിന്നെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.